ഹലോ ഫ്രണ്ട്സ്. നെഗറ്റീവായിട്ട് വരുന്ന ചിന്തകളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക? അത് വളരെ പ്രധാനമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർസാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. ഞാൻ നിങ്ങളോടൊപ്പം അൻവർസാം, ആർക്കിടെക്റ്റ് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴെല്ലാം സ്വസ്ഥമായിട്ടൊരു സ്ഥലത്തിരിക്കുന്നുവോ ചിന്തകളുടെ കുത്തൊഴുക്കാണ്. എല്ലാവരും പറയും ചിന്തകളെ മാനേജ് ചെയ്യാൻ, ചിന്തകളെ നിയന്ത്രിക്കാൻ മെഡിറ്റേഷൻ ചെയ്തുകൂടെ? അങ്ങനെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് കണ്ണുകളൊക്കെ അടച്ച് ശ്വാസത്തിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ചിന്തകളുടെ കുത്തൊഴുക്കാണ്. ഒരുപാട് ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യുക? അപ്പോൾ ചിന്തകളെ വളരെ നന്നായിട്ട് മാനേജ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന 2-3 കാര്യങ്ങൾ ഞാനിന്ന് സൂചിപ്പിക്കാം. അതിലേറ്റവും പ്രധാനം, എന്ത് തരത്തിലുള്ള ചിന്തയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് നിങ്ങൾ പരിശോധിക്കുക. അതിന് നിങ്ങളൊരു നല്ല പേര് നൽകുക. ഉദാഹരണമായിട്ട് ഇപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. അപ്പോൾ എൻ്റെ നല്ല ഓർമ്മകളാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഇങ്ങനെ അതിനെ നിങ്ങൾ ഒരു പേര് നൽകുക. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, അതിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യുവാനോ അതിനെ നിങ്ങൾ വിലയിരുത്തുവാനോ നിൽക്കേണ്ടതില്ല. എനിക്ക് അങ്ങനത്തെ ചിന്തകൾ വരുന്നുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ അതിനെ ജഡ്ജ് ചെയ്യേണ്ട. അത് എന്തുകൊണ്ടാണത് വരുന്നത്, എന്താണ് ഇപ്പോൾ അത് വരാനുള്ള കാരണം, എന്താണ് എന്നിൽ ഈ ചിന്തകൾ ഉണ്ടാക്കുന്ന എഫക്റ്റ് എന്താണ്, ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ തന്നെ ഇത് വരുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു. മാത്രമല്ല, നിങ്ങൾ ആ ചിന്തകളിലൂടെ യാത്ര ചെയ്യാനും തുടങ്ങുന്നു. അപ്പോൾ അതിലേക്ക് നിങ്ങൾ പോകാതെ, എനിക്കൊരു ചിന്ത വരുന്നുണ്ട് എന്നും ആ ചിന്ത ഇന്നതാണ് എന്നും മനസ്സിലാക്കുക. അതിനുശേഷം മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ആ ചിന്തകളിൽ നിന്ന് പ്രസന്റ് മൂമെന്റിലേക്ക് തന്നെ തിരിച്ചു വരാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന ചിന്തയാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഈ ചിന്തയാണ് ഇപ്പോൾ എനിക്ക് വരുന്നത്, ഞാൻ സ്കൂളിൽ പഠിച്ചു വന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. യെസ്, അതിനെന്ത് ചെയ്യേണ്ടതില്ല, വിലയിരുത്തേണ്ടതില്ല, ജഡ്ജ് ചെയ്യേണ്ടത് നല്ല ചിന്തയാണോ മോശം ചിന്തയാണോ, അല്ലെങ്കിൽ അതിനെ വിലയിരുത്തേണ്ടതില്ല. അതിനുശേഷം നിങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഞാനിപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുകയാണല്ലോ, അതിലേക്ക് തന്നെ തിരിച്ചു വരിക. അപ്പോൾ അതല്ലാതെ ആ ചിന്തകളുടെ കൂടെ അന്നെന്തുണ്ടായി, ആരൊക്കെ ഉണ്ടായിരുന്നു അവിടെ, എങ്ങനെയാണ് ഉണ്ടായത് എന്നതിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ആഴങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പകരമായിട്ട് ആ ചിന്തകളെ ജസ്റ്റ് കാണുക, ഈ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തയാണെന്ന് മനസ്സിലാക്കുക, ഉടൻ തന്നെ ഇപ്പോഴുള്ള മൊമെന്റിലേക്ക് തിരിച്ചു വരിക. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കഴിയും. ആ ചിന്തകളെ ഒരിക്കലും നിങ്ങൾ തടഞ്ഞു നിർത്തേണ്ടതില്ല, വന്നു പോയിക്കൊള്ളട്ടെ. അത് വന്ന് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ചിന്തകൾ വരാതെയാവും. കുറച്ച് കഴിയുമ്പോൾ വളരെ കുറച്ച് ചിന്തകൾ കൊണ്ട് ചിന്തകളുടെ വരവ് അവസാനിക്കും. നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. വളരെ ഫലപ്രദമായൊരു മെഡിറ്റേഷനാണ് സ്മൈൽ മെഡിറ്റേഷൻ. ആ സ്മൈൽ മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഫീൽ ചെയ്യും. തുടർച്ചയായി സ്മൈൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചിന്തകൾ പിന്നെ വരാനില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ വളരെ പ്രധാനമാണ് ചിന്തകളെ മാനേജ് ചെയ്യുക എന്നുള്ളത്. നല്ല തരത്തിലുള്ള മാനസികമായിട്ടുള്ള ചിന്തകൾ, പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, വിജയത്തിന് ആവശ്യമായിട്ടുള്ള ചിന്തകൾ, അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് മാറുവാൻ കഴിയും. എല്ലാവർക്കും നല്ല ഒരു സമാധാനമുള്ള, സന്തോഷമുള്ള ഒരു ജീവിതം നേരുന്നു. താങ്ക് യു വെരി മച്ച്.